ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം അതും ഇങ്ങനെയാണ്. ഗൾഫ് മേഖലയിലെ 2026 മാർച്ചിലെ പൊതുപരീക്ഷ. 2026 മാർച്ച് മാസം ഗൾഫ് മേഖലയിൽ നടക്കേണ്ടിയിരുന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഗൾഫ് യുദ്ധം കാരണം റദ്ദു ചെയ്യുവാൻ തീരുമാനിച്ചു. തുടർന്ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും 1ാം വർഷ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ചും ചുവടെ പറയും പ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ 1ാം വർഷ തിയറി പരീക്ഷയുടെ മാർക്ക് 2ാം വർഷ തിയറി പരീക്ഷയുടെ മാർക്കായും അതോടൊപ്പം 2ാം വർഷം ലഭ്യമായ CE പ്രാക്ടിക്കൽ എന്നീ മാർക്കുകളും ചേർത്ത് റിസൾട്ട് നൽകുന്നതിനും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 1ാം വർഷ തിയറി പരീക്ഷയുടെ മാർക്ക് 2ാം വർഷ തിയറി പരീക്ഷയുടെ മാർക്കായും അതോടൊപ്പം CE മാർക്കും ചേർത്ത് റിസൾട്ട് നൽകുവാൻ തീരുമാനിച്ചു. മേൽപ്പറഞ്ഞ തീരുമാനത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2026 ജൂണിൽ നടക്കുന്ന 2ാം വർഷ സേഫ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ 1ാം ചാൻസായി പരിഗണിച്ച് പരീക്ഷ എഴുതുന്നതിന് അവസരം നൽകുവാനും തീരുമാനിച്ചു. 2026 മാർച്ച് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ 2026 ജൂണിൽ നടക്കുന്ന സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്കൊപ്പം ഗൾഫിലെ കുട്ടികൾക്ക് മാത്രമായി നടത്തുവാൻ തീരുമാനിച്ചു. 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നതിന് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി ഏതെങ്കിലും വിഷയങ്ങളിൽ ജയിക്കുവാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് 1ഉം 2ഉം വർഷ പരീക്ഷ നടത്തുവാൻ കഴിയാത്തതിനാൽ മുൻ വർഷങ്ങളിൽ എഴുതിയ 1ഉം 2ഉം വർഷ പരീക്ഷയുടെ മികച്ച സ്കോർ എടുത്ത് റിസൾട്ട് നൽകുവാനും തീരുമാനിച്ചു. ഈ വിദ്യാർത്ഥികൾക്ക് 2026 സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നതിന് അവസരം നൽകാവുന്നതാണ്. 4. കേരളത്തിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഗൾഫിൽ പോയി തിരികെ വരാൻ കഴിയാത്ത 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒറിജിനൽ ഹാൾ ടിക്കറ്റ്, വിസ, പാസ്പോർട്ട് എന്നിവയുടെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഗൾഫിൽ നിന്ന കാലയളവിലെ ഏതൊക്കെ പരീക്ഷയാണ് എഴുതാതിരുന്നത് എന്ന പ്രിൻസിപ്പാളിന്റെ വ്യക്തമായ സാക്ഷ്യപത്രവും ഹാജരാക്കുന്നവർക്ക് ഗൾഫ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിയിൽ മാർക്ക് നൽകി ഫലം തയ്യാറാക്കാമെന്നും തീരുമാനിച്ചു. നിലവിൽ 592 വിദ്യാർത്ഥികളാണ് ഗൾഫ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഈ വർഷത്തെ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അവരുടെ 1ാം വർഷ റിസൾട്ട് പരിശോധിച്ചതിൽ 470 വിദ്യാർത്ഥികൾ 1ാം വർഷ വിഷയങ്ങളുടെ മാർക്ക് 2ാം വർഷ വിഷയങ്ങൾക്ക് നൽകുമ്പോൾ ജയിക്കുന്നതായി കാണുകയാണ്. 122 വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ജയിക്കുവാൻ ആവശ്യമായ മിനിമം മാർക്ക് ലഭ്യമായിട്ടില്ല. ഈ വിഷയം വിശദമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്.